നമസ്കാരം. എൻട്രൻസ് ക്ലാസ് 7ലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ MCQs സോൾവ് ചെയ്ത് തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ റാൻഡമായിട്ട് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത IUPAC നോമൻക്ലേച്ചർ അതുപോലെ ഐസോമറിസം എന്നൊക്കെ എടുത്തിരിക്കുന്നതാണ്. അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, ടഫായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് പോസ്റ്റ് ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക്സ് സജസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ടീച്ചർ ക്ലാസ് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി കോമ്പൗണ്ട്സ് A, B ആൻഡ് C. A, B, C 3 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 4 ചോയ്സസ് ആയിട്ട്. അതിൽ കറക്റ്റ് ചോയ്സ് ഏതാണെന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലേ? A ആൻഡ് B ആർ ഐഡൻറ്റിക്കൽ. നിങ്ങൾ A ആൻഡ് Bയുടെ സ്ട്രക്ചേഴ്സ് നോക്കുക. A ആൻഡ് Bയും ഐഡൻറ്റിക്കൽ ആണോ എന്ന് നോക്കുക. ഐഡൻറ്റിക്കൽ ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഒരു കാർബണിന് ചുറ്റുമുള്ള എല്ലാ ബോണ്ട്സും 2 കോമ്പൗണ്ട്സിലും സെയിം ആയിരിക്കണം. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് മിസ് കാർബൺ എന്ന് എടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാ കാർബൺ ആറ്റംസിലുള്ള ബോണ്ട്സ് അതേ പൊസിഷനിൽ അതേ ബോണ്ട് ആംഗിൾസിലാണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പൊസിഷനിൽ ചേഞ്ചസ് കാണാം, അല്ലേ? അസറ്റേറ്റ് ഗ്രൂപ്പിൻ്റെയും കാർബോക്സിലിക് ഗ്രൂപ്പിൻ്റെയും പൊസിഷൻസ് എയിലും ബിയിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നത്. സോ ദേ ആർ നോട്ട് ഐഡൻറ്റിക്കൽ. അവർ ഐഡൻറ്റിക്കൽ അല്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. A ആൻഡ് B ആർ ഡയസ്റ്റീരിയോമേഴ്സ്, A ആൻഡ് C ആർ എനാൻഷ്യോമേഴ്സ്, A ആൻഡ് B ആർ എനാൻഷ്യോമേഴ്സ്. അപ്പോൾ ആ എനാൻഷ്യോമേഴ്സ്, ഡയസ്റ്റീരിയോമേഴ്സ് ഈ 2 ടേമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എനാൻഷ്യോമർ എന്ന് പറഞ്ഞാൽ മിറർ ഇമേജസ് ആയിട്ടുള്ള നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്റ്റീരിയോഐസോമേഴ്സ്, അവരെയാണ് നമ്മൾ എനാൻഷ്യോമേഴ്സ് എന്ന് പറയാം. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? മിറർ ഇമേജസ് ആയിരിക്കണം, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കണം, ദേ ആർ സ്റ്റീരിയോഐസോമേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് എനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡയസ്റ്റീരിയോമേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ഐസോമർ ആണ്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്, പക്ഷേ മിറർ ഇമേജസ് അല്ല. അപ്പോൾ ഡയസ്റ്റീരിയോമേഴ്സും ആരാണ്? സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്, പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ മിറർ ഇമേജസ് അല്ല. അപ്പോൾ ഈ 2 വ്യത്യാസമാണ് ഡയസ്റ്റീരിയോമേഴ്സും എനാൻഷ്യോസും തമ്മിൽ. ഇനി നമുക്ക് ഈ A ആൻഡ് B ആർ ഡയസ്റ്റീരിയോമേഴ്സ് ആണോ എന്ന് നോക്കാം. A ആൻഡ് B അവർ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊസിഷൻസ് കാർബോക്സിലിക് ഗ്രൂപ്പിൻ്റെയും അസറ്റേറ്റ് ഗ്രൂപ്പിൻ്റെയും പൊസിഷൻസ് ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി ഇവർ മിറർ ഇമേജസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു റൊട്ടേറ്റ് വൺ ഓഫ് ദി ഐസോമർ വിതിൻ ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. നമുക്ക് B ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. 180 ഡിഗ്രി വിതിൻ ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. 180 ഡിഗ്രി വിതിൻ ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഈ A മിററിൽ വെച്ചതുപോലെ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? സോ യു വിൽ ഗെറ്റ് എ മിറർ ഇമേജ് ഓഫ് ദി കോമ്പൗണ്ട് B. അപ്പോൾ അതിനർത്ഥം എന്താണ്? ദേ ബോത്ത് ആർ എനാൻഷ്യോമേഴ്സ്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്, മിറർ ഇമേജസ് ആണ്, സ്റ്റീരിയോ ഐസോമേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ A ആൻഡ് B ആർ നോട്ട് ഡയസ്റ്റീരിയോമേഴ്സ്. ഇനി A ആൻഡ് C ആർ എനാൻഷ്യോമേഴ്സ്, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. A ആൻഡ് B ആർ എനാൻഷ്യോമേഴ്സ് നമുക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, ഇനി A ആൻഡ് C ഒരു കാരണവശാലും എനാൻഷ്യോമേഴ്സ് ആകാൻ പോകുന്നില്ല. കാരണം OHൻ്റെ പൊസിഷൻസ് കണ്ടോ നിങ്ങൾ, എയിലും സിയിലും OH ഗ്രൂപ്പ്സിൻ്റെ പൊസിഷൻസ് ഇൻ ദി സെക്കൻഡ് ആൻഡ് തേർഡ് കാർബൺ ആറ്റംസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ എനാൻഷ്യോമേഴ്സും അല്ല, ഡയസ്റ്റീരിയോമേഴ്സും അല്ല. സോ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി D, ദാറ്റ് ഈസ് A ആൻഡ് B ആർ എനാൻഷ്യോമേഴ്സ്. എനാൻഷ്യോമേഴ്സ് ആണെന്ന് നോക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒരു കോമ്പൗണ്ടിനെ നമ്മൾ 180 ഡിഗ്രിയിൽ വിതിൻ ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ റൊട്ടേറ്റ് ചെയ്തിട്ട് വരച്ച് നോക്കുക. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ദി മിറർ ഇമേജ് ഓഫ് A. അപ്പോൾ B നമ്മൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് മിറർ ഇമേജ് ആയിട്ട് കിട്ടും. മിസ് വേണമെങ്കിൽ കാണിച്ചു തരാം.
നോക്കിക്കോ, ബി എ നമ്മൾ 180 ഡിഗ്രിയിൽ തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡി കിട്ടി. ഡി മിറർ ഇമേജ് നോക്കൂ, വി ഗെറ്റ് ദി സെയിം കോമ്പൗണ്ട് ആസ് എ അല്ലേ. മിറർ ഇമേജ് എ പോലെയാണ് ഇരിക്കുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് എ ആൻഡ് ബി ആർ enantiomers. Next question, C6H5CHO plus HCN giving C6H5CHCnOH. HCN addition ആണ് അല്ലേ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ നമ്മൾ ഈ റിയാക്ഷൻ പഠിച്ചിട്ടുള്ളതാണ്, സയനോഹൈഡ്രനസ് ബോണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ദി പ്രോഡക്റ്റ് വുഡ് ബി എ റെസിമേറ്റ്, ഒപ്റ്റിക്കലി ആക്റ്റീവ്, മെസോകോമ്പൗണ്ട്, മിക്സ്ചർ ഓഫ് ഡയസ്റ്റീരിയോമേഴ്സ്. 4 ഡിഫറെൻറ്റ് ടേംസ് കണ്ടു നിങ്ങൾ. ഡയസ്റ്റീരിയോമേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റെസിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 50% ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് 50% ലേവോ റൊട്ടേറ്ററി ആയിരിക്കും പ്രോഡക്റ്റ്. അതിനാണ് റെസിമേറ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി റെസിമേറ്റ് വിൽ നോട്ട് ബി 50% അല്ലേ. 50% ഡെക്സ്ട്രോ ആൻഡ് ലേവോ ആണെങ്കിൽ അതിനകത്ത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവില്ല. ബിക്കോസ് വൺ ഇസ് ഡെക്സ്ട്രോ ആൻഡ് ദി അതർ ഇസ് ലേവോ ആൻഡ് 50-50. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ 50-50 ആയിരിക്കില്ല. ഇനി മെസോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മെസോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കൈറാൽ കാർബൺ ആറ്റംസ് ഉണ്ടാവും കോമ്പൗണ്ടിൽ, പക്ഷേ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കില്ല. കാരണം ദി കോമ്പൗണ്ട് ഇറ്റ് സെൽഫ് വിൽ ഹാവ് എ മിറേർഡ് സിമെട്രി. ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സിമെട്രി ഉണ്ടാവും. കാരണം ഈക്വൽ കൈറാൽ കാർബൺ ആറ്റംസ്, നമ്മൾ അതിനെ ഒരു പ്ലെയിനിലൊക്കെ ഡിവൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിന് ഒരു സിമെട്രി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗത്തെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി മറ്റേ ഭാഗത്തെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ക്യാൻസൽ ചെയ്ത് കളയും. നമ്മൾ ചില മോളിക്യൂൾസിൽ ഡൈപോൾ മൊമെൻറ്റ്സ് ക്യാൻസൽ ചെയ്ത് പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ക്യാൻസൽസ് ഇൻ സച്ച് എ കോമ്പൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ മെസോ കോമ്പൗണ്ട്സ് എന്ന് പറയുക. ഒന്നിലധികം കൈറാൽ സെൻറ്റേഴ്സ് ഉണ്ടാകണം, എന്നാലാണ് മെസോ കോമ്പൗണ്ട് ആവുള്ളൂ. എ മിക്സ്ചർ ഓഫ് ഡയസ്റ്റീരിയോമേഴ്സ്. ഡയസ്റ്റീരിയോമേഴ്സ് എന്താണെന്ന് ടീച്ചർ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് കേസ് നമുക്ക് നോക്കാം. ഇവിടെ എത്ര കൈറാൽ കാർബൺ ആറ്റംസ് ഉണ്ട്? ദർ ഇസ് ഓൺലി എ സിംഗിൾ കൈറാൽ കാർബൺ അല്ലേ. സി ആ കാണിച്ചിരിക്കുന്ന ദിസ് വൺ ഏതാണ് ഇവിടെ കൈറാൽ കാർബൺ ആയിട്ടുള്ളത്? ദിസ് കാർബൺ ആറ്റം ഇസ് കൈറാൽ. കാരണം അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് നമുക്ക് കാണാം. ദാറ്റ് ഇസ് ദി സ്റ്റീരിയോ സെൻറ്റർ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സയനൈഡ് ആഡ് ചെയ്യാണല്ലോ. സയനൈഡ് ഈസ് ഗെറ്റിംഗ് ആഡഡ്. ഹൈഡ്രജനും ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സയനൈഡിനെ പ്രത്യേകം പറഞ്ഞത് കാർബൺ ആറ്റത്തിലേക്കാണ് സയനൈഡ് നേരിട്ട് ആഡ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഓക്സിജനിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് ഈസ് വൈ വി ഹാവ് ടേക്കൻ സയനൈഡ്. അപ്പോൾ ഈ സയനൈഡിന് ഈ സെൻട്രൽ കാർബൺ ആറ്റത്തെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. കാരണം സി ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരുന്നു. sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിൻ്റെ പ്ലെനാറാണ്. sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാസ് പ്ലെനാർ ഓർബിറ്റൽസ്. അപ്പോൾ പ്ലെനാർ ഓർബിറ്റൽസ് ആയതുകൊണ്ട് അതിന് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും സയനൈഡിന് അപ്രോച്ച് ചെയ്യാം. ആ കാർബണൈൽ കാർബണിനെ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. സോ ദി പ്രോബബിലിറ്റി ഈസ് 50-50 for the formation of dextrorotatory and levorotatory. അപ്പോൾ അതുകൊണ്ട് ഇതൊരു റെസിമിക് മിക്സ്ചറാണ്. ഇറ്റ് ഈസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഒരു കൈറാൽ കാർബൺ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് മീസോ കോമ്പൗണ്ടും അല്ല. മിക്സ്ചർ ഓഫ് ഡയസ്റ്റീരിയോമേഴ്സ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ CnOH ഇത് മിറർ ഇമേജസ് ആയിരിക്കും. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജസ് ആയിരിക്കും ഈ ഡെക്സ്ട്രോറൊട്ടേറ്ററിയും ലേവോറൊട്ടേറ്ററിയും കോമ്പൗണ്ട്. സോ ദേ ആർ നോട്ട് ഡയസ്റ്റീരിയോമേഴ്സ്. ഓക്കെ, സോ ദി റിസൾട്ടിംഗ് മിക്സ്ചർ വിൽ ബി എ റെസിമേറ്റ്. ഓക്കെ, സോ ദി ഓപ്ഷൻ ഇസ് എ. അടുത്ത ക്വസ്റ്റ്യൻ, കീറ്റോഇനോൾ ടോട്ടോമെറിസം ഇസ് ഒബ്സർവ്ഡ് ഇൻ A, B, C, D. 4 ഓപ്ഷൻസ് ഉണ്ട്. A മോളിക്യൂൾ നോക്കിക്കോ, B മോളിക്യൂൾ നോക്കിക്കോ, C മോളിക്യൂൾ നോക്കിക്കോ. അവസാനം ബോത്ത് A ആൻഡ് B എന്നാണ് തന്നിരിക്കുന്നത്. കീറ്റോഇനോൾ ടോട്ടോമെറിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് കീറ്റോഇനോൾ ടോട്ടോമെറിസം എന്ന്? അപ്പോൾ അത് കാർബണുള്ള കോമ്പൗണ്ട്സിലാണ് കീറ്റോഇനോൾ ടോട്ടോമെറിസം എക്സിസ്റ്റ് ചെയ്യുന്നത്. 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് അല്ല, ഒരു സെയിം
മോളിക്യൂള് തന്നെ രണ്ട് സ്ട്രക്ചറൽ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് അല്ലേ. ഒരു കീറ്റോ ഫോമും ഒരു ഈനോൾ ഫോമും. ഇന്റർ കൺവേർട്ടബിൾ ആണ് രണ്ടുപേരും, ഡൈനമിക് ഇക്വിലിബ്രിയത്തിലുള്ള. അപ്പം അങ്ങനെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണിൽ കാർബണിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബൺ, ദാറ്റ് ഇസ് ദി ആൽഫ കാർബൺ. ആൽഫ കാർബണിൽ ഒരു ഹൈഡ്രജൻ വേണം, അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ ഷുഡ് ബി ദെയർ. ആൽഫ ഹൈഡ്രജൻ വേണം, എന്നാലാണ് കീറ്റോ ഇനോൾ ടോട്ടോമെറിസം നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉള്ള കാർബണൈൽ കാർബണിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബണിൽ ഒരു ഹൈഡ്രജൻ വേണം. അങ്ങനെ ആൽഫ ഹൈഡ്രജൻസ് ഉള്ള കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കും. So you can see in compound A you can see alpha hydrogen അല്ലേ, അതിനകത്ത് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇഫ് യു ടേക്ക് ഐദർ ഓഫ് ദി കാർബണൈൽ കാർബൺസ്, ലെഫ്റ്റ് സൈഡിലെ കാർബണൈൽ കാർബൺ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ, രണ്ടുപേരുടെയും നടുക്കാണ് CH2. അപ്പോൾ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ, കീറ്റോ ഇനോൾ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി സെക്കൻഡ് കോമ്പൗണ്ട് നോക്കൂ. സെക്കൻഡ് കോമ്പൗണ്ടിൽ ഹിയർ യു ക്യാൻ സീ ദി ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ അതിനകത്തും പോസിബിലിറ്റി ഉണ്ട്. വാട്ട് അബൌട്ട് ദി തേർഡ് വൺ? C6H5 ആണ്, ബെൻസൈൽ ഗ്രൂപ്പാണ് ഇപ്പുറത്ത്. ദർ ഇസ് നോ ആൽഫ ഹൈഡ്രജൻ ഇൻ ദി കോമ്പൗണ്ട് C. അതേസമയം ആദ്യത്തേൽ രണ്ടെണ്ണത്തിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. സോ ബോത്ത് A ആൻഡ് B. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഇസ് D. ഫസ്റ്റ് കോമ്പൗണ്ടിലെ കീറ്റോ ഇനോൾ ടോട്ടോമെറിസം ഒന്ന് കാണിച്ചു തരാം. C6H5 C ഡബിൾ ബോണ്ടോ CH2 എന്നുള്ളത് മിസ് ഇങ്ങനെ എഴുതാണ് കേട്ടോ, H2 C ഡബിൾ ബോണ്ടോ C6H5. അപ്പം ഇത് ഏത് കാർബണൈൽ കാർബണിൽ വേണമെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർ കാർബണൈൽ കാർബൺ എടുക്കുന്നു. സോ വൺ ഓഫ് ദി ഹൈഡ്രജൻസ് ബോണ്ട് വിൽ ബി ഷിഫ്റ്റഡ് ലൈക്ക് ദിസ്. പിന്നെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ഹൈഡ്രജൻ ഓക്സിജനിലേക്ക് പോകും അല്ലേ, ഈ ഹൈഡ്രജൻ ഓക്സിജനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈനോൾ ഫോം എങ്ങനെ വരും? C6H5 C ഡബിൾ ബോണ്ടോ CH ആയിപ്പോൾ ഒരു ഹൈഡ്രജൻ പോയി, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നു, COയിൽ H വന്നു, C6H5. ദിസ് ഇസ് ദി ഈനോൾ ഫോം. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ദി ആസ്റ്ററിസ്റ്റ് കാർബൺ ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ. CH3CN ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ ഇസ് കൺവേർട്ടഡ് ടു അമൈഡ്, അസെറ്റാമൈഡ് ആയിട്ട് മാറിയിരിക്കുന്നു. ആസ്റ്ററിസ്റ്റ് കാർബൺ രണ്ടിനകത്തും, അമൈഡിലും നൈട്രൈഡിലും ആസ്റ്ററിക് ചെയ്തിട്ടുള്ള കാർബൺ ഉണ്ട്. ആ കാർബണിൽ എന്ത് ചേഞ്ചാണ് ഹൈബ്രിഡൈസേഷനിൽ വന്നിട്ടുള്ളതെന്നാണ് ചോദ്യം. അത് ഈസിയാണ് അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. CN എന്ന് പറയുന്നത് C ട്രിപ്പിൾ ബോണ്ട് N ആണെന്ന് നിങ്ങൾക്കറിയാം, സയനൈഡ്. അപ്പോൾ C ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ എന്ത് ഹൈബ്രിഡൈസേഷനാണ്? SP ഹൈബ്രിഡൈസേഷനാണ്. ഇത് ഓപ്ഷൻ ഒന്നും നോക്കാണ്ട് തന്നെ നമുക്ക് പറയാം. ഇനി C ഡബിൾ ബോണ്ട് O ആയിട്ട് ഇത് മാറി അല്ലേ. C ഡബിൾ ബോണ്ട് O ആയിട്ടുള്ള കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ആണ്. അപ്പോൾ sp to sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ സംഭവിച്ചിട്ടുള്ളത്. സോ വിച്ച് ഇസ് ദാറ്റ് ഓപ്ഷൻ? C ആണ്, sp to sp2 ഹൈബ്രിഡൈസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കറക്റ്റ് IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. കറക്റ്റ് IUPAC നെയിം ഏതാണെന്നാണ് ചോദ്യം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് അല്ലേ. ലോങ് ചെയിൻ ഏതാണ്? 1 2 3 4 5 6 അതാണ് ലോങ് ചെയിൻ. ഇനിയിപ്പോൾ ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല, 1 2 3 4 5 6 അങ്ങനെ എടുത്താലും അത് ലോങ് ചെയിൻ തന്നെയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യണോ റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് കാർബണിൽ ഈഥൈൽ ഗ്രൂപ്പ് അല്ലേ, ഇങ്ങനെ 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് കാർബണിൽ ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഫോർത്ത് കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്താലും 1 2 3 4 5 6 അവിടെയും നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ ലോങ് തന്നെയാണ്. അപ്പോൾ അവിടെ തേർഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും
ഫോർത്ത് പൊസിഷനിൽ ഈതൈൽ ഗ്രൂപ്പും. ഇതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ തേർഡ് മീതൈൽ ആയിട്ട് എഴുതണോ അല്ലെങ്കിൽ തേർഡ് ഈതൈലായിട്ട് എഴുതണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ആൽഫബറ്റിക് ഓർഡറിൽ ഇ ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ലോവസ്റ്റ് പൊസിഷൻ ഈതൈലിന് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യണം. സോ ലെഫ്റ്റ് ടു റൈറ്റ് നമുക്ക് നമ്പർ ചെയ്യാം. അപ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3 ഈതൈൽ 4 മീതൈൽ ഹെക്സെയിൻ. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ബി ഇസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഇതാണ് ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്? ഇതുപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമ്പിൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ CHO ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കാണാം നമുക്ക് അല്ലേ. CHO അറ്റാച്ച് ചെയ്തിട്ടുള്ള ബെൻസീൻ റിങ്ങിനെ നമ്മൾ ബെൻസാൽഡിഹൈഡ് എന്നാണ് വിളിക്കുന്നത്. ബെൻസാൽഡിഹൈഡ് ഇസ് ദി മേജർ നെയിം ഓഫ് ദാറ്റ് കോമ്പൗണ്ട് അല്ലേ. അപ്പോൾ ബെൻസാൽഡിഹൈഡിൻ്റെ ഡെറിവേറ്റീവായിട്ട് നമുക്ക് ഈ കോമ്പൗണ്ടിനെ കണക്കാക്കാം. ഇപ്പോൾ ബ്രോമിനും ക്ലോറിനും സബ്സ്റ്റിറ്റ്വൻസ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ആൽഡിഹൈഡ് ഗ്രൂപ്പിന് ഉള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റത്തിന് 1 എന്ന് നമ്പർ കൊടുക്കണം. അപ്പോൾ ബ്രോമിനും ക്ലോറിനും സബ്സ്റ്റിറ്റ്വൻസ് ആണല്ലോ. അപ്പോൾ ബ്രോമിനും ക്ലോറിനും അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്വൻസിന് പൊതുവേ ലോവസ്റ്റ് പൊസിഷൻ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. മാത്രമല്ല ബ്രോമിൻ എന്നുള്ളത് ആൽഫബറ്റിക് ഓർഡറിലും ആദ്യം വരുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കാർബണിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസിൽ വേണോ നമ്പർ ചെയ്യാൻ, ആൻറ്റി ക്ലോക്ക് വൈസിൽ വേണോ നമ്പർ ചെയ്യാനായിട്ട്? ആൻറ്റി ക്ലോക്ക് വൈസിൽ വേണം നമ്പർ ചെയ്യാൻ. എന്നാലേ ബ്രോമിന് സെക്കൻഡ് പൊസിഷൻ കിട്ടുള്ളൂ. നമ്മൾ ക്ലോക്ക് വൈസിൽ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പൊസിഷനിലാണ് പിന്നെ ക്ലോറിൻ വരുന്നത്. സോ യു ബെറ്റർ നമ്പർ ഇറ്റ് ഫ്രം ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ 1 2 3 4 5 6 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ബ്രോമിനും ഫിഫ്ത്ത് പൊസിഷനിൽ ക്ലോറിനും വരുന്നു. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ബി ഇസ് ദി സെക്കൻഡ് കറക്റ്റ് ആൻസർ. 2 ബ്രോമോ 5 ക്ലോറോ ബെൻസാൽഡിഹൈഡ് അതാണ് പേര്. അടുത്ത ക്വസ്റ്റ്യൻ. ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഇസ്? ഒരു കോമ്പൗണ്ട്, നീളത്തിലുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ നമുക്ക് കാണാം. പക്ഷേ നോർമലായിട്ടുള്ള നെയിം അല്ല. നിങ്ങൾക്ക് EZ എന്നൊക്കെ കാണാം അല്ലേ അവിടെ. അപ്പോൾ ഈ EZ എന്നുള്ളത് ജോമെട്രിക്കൽ ഐസോമേഴ്സിനെ നമ്മൾ നെയിം ചെയ്യുന്ന ഒരു രീതിയാണ്. ജോമെട്രിക് ഐസോമേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം എന്താണ് ജോമെട്രിക് ഐസോമേഴ്സ് എന്ന്. അപ്പോൾ ജോമെട്രിക് ഐസോമേഴ്സ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ആൽക്കീൻസിലാണ് കാണുന്നത്. ആൽക്കീൻസിൽ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ചില ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സി CC ഡബിൾ ബോണ്ട് ഇസ്ന്റ്. അപ്പോൾ ഈ CC ഡബിൾ ബോണ്ടിൽ ഇപ്പോൾ ഇതിനെ ഇപ്പോൾ നമുക്ക് നമ്പർ ചെയ്യാം 1 2 3 4 5 6 7 ഹെപ്റ്റാണ്. അപ്പോൾ സെക്കൻഡ് കാർബണിലും തേർഡ് കാർബണിൻ്റെ ഇടയിലാണ് നമുക്ക് ഡബിൾ ബോണ്ട് കാണുന്നത്. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു മീത്തൈൽ ഗ്രൂപ്പും ഉണ്ട്, ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. തേർഡ് കാർബൺ ആറ്റത്തിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, പിന്നെ ഒരു വലിയ ഗ്രൂപ്പാണ് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ ഇസ് ദി ഗ്രൂപ്പ് ഇസ്ന്റ് ഇറ്റ്. അപ്പം ഈ 2 കാർബൺ ആറ്റംസിലും അറ്റ്ലീസ്റ്റ് സിമിലർ ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 1 ആറ്റം എങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് ജോമെട്രിക് ഐസോമറിസം ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 2 കാർബൺ ആറ്റംസിലും ഹൈഡ്രജൻ ആറ്റംസ് ആർ കോമൺ. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള ആറ്റംസിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ്, കാർബൺ ആറ്റത്തിന് ചുറ്റുമുള്ള പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ് ഐസോമർ, ട്രാൻസ് ഐസോമർ എന്നാണ് നമ്മൾ ജിയോമെട്രിക് ഐസോമേഴ്സിനെ വിളിക്കുന്നത്. ഒരു ഫോമിനെ സിസ് എന്നും മറ്റൊരു ഫോമിനെ ട്രാൻസ് എന്നും. ഏറ്റവും സിമ്പിളായിട്ട് മിസ് ഒരു കോമ്പൗണ്ട് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ C ഡബിൾ ബോണ്ട് C, CH3H, CH3H. ഇപ്പം ഞാൻ വരച്ച കോമ്പൗണ്ടിൽ യു ക്യാൻ സി ബോത്ത് മീത്തൈൽ ഗ്രൂപ്പ്സ് ആർ പ്രസൻറ്റ് ഓൺ ദ സെയിം സൈഡ് അല്ലേ. 2 പേരും മുകളിലേക്കാണ്, 2 ഹൈഡ്രജൻ ആറ്റംസും താഴേക്ക് ആണ്. ഓൺ ദ സെയിം സൈഡ്, പ്രസൻറ്റ് ഓൺ ദി സെയിം സൈഡ്. അപ്പോൾ ഇങ്ങനെ സെയിം സൈഡിൽ 2 കാർബൺ ആറ്റംസിലും സിമിലർ ഗ്രൂപ്പ്സ് സെയിം സൈഡിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ഐസോമറിനെ നമ്മൾ സിസ് ഐസോമർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ,
ഇനി മറ്റൊരു ഫോം എന്ന് പറയുന്നത് ട്രാൻസ് ആണ്. അപ്പോൾ ട്രാൻസ് ഫോം ആകുമ്പോൾ ഈ സെയിം ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് പൊസിഷൻസിലായിരിക്കും വരുന്നത്. 2 കാർബൺ ആറ്റംസിലും ഓപ്പോസിറ്റ് പൊസിഷൻസിലായിരിക്കും വരുന്നത്. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ CH3, ഇവിടെ H. കണ്ടോ? ഇപ്പോൾ സെയിം ആറ്റംസ്, സിമിലർ ആറ്റംസ് ഓപ്പോസിറ്റ് പൊസിഷൻസിലാണ് 2 കാർബൺ ആറ്റംസിലും, 2 ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസിലും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ട്രാൻസ്. ഓക്കെ, ഇപ്പോൾ സിസ് ട്രാൻസ് ഐസോമറിസം എന്നാണ് ഇവരെ വിളിക്കുന്നത്. ഇനി ഈ പർട്ടിക്കുലർ കോമ്പൗണ്ട്, നമുക്ക് തന്നിരിക്കുന്ന പർട്ടിക്കുലർ കോമ്പൗണ്ട് നോക്കിക്കോ. ഈ തന്നിരിക്കുന്ന പർട്ടിക്കുലർ കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് ഒരു 2 ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് കാണാൻ സാധിക്കുന്നുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോം അല്ലേ? കാരണം ഈ സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റംസ്, ഇപ്പോൾ മറ്റേത് രണ്ടും മീഥൈൽ ഗ്രൂപ്പും മറ്റേത് ബ്യൂട്ടൈനൈൽ ഗ്രൂപ്പാണല്ലോ. അപ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിലും ഹൈഡ്രജൻ ആറ്റംസിൻ്റെ ബേസിസിൽ നമുക്കിതിനെ ട്രാൻസ് എന്ന് പറയാം. ട്രാൻസ് ഐസോമർ ആണെന്ന് പറയാം. ഇപ്പോൾ IUPAC നോമൻക്ലേച്ചറിൽ നമ്മൾ സിസ് ട്രാൻസ് എന്നല്ല വിളിക്കുന്നത്. EZ എന്ന് പറഞ്ഞിട്ടൊരു പേരിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ട്രാൻസ് പൊസിഷൻസിലാണെങ്കിൽ അതിനെ E എന്നുള്ള നൊട്ടേഷനും, സിസ് പൊസിഷനിലാണെങ്കിൽ അതിന് Z അഥവാ ജുസാമൻ എന്നുള്ള നൊട്ടേഷനുമാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ട്രാൻസ് ആയതുകൊണ്ട് E എന്നുള്ള നൊട്ടേഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സിസ് ട്രാൻസ് എന്നുള്ളത് പ്രിഫർ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസസിൽ നമുക്ക് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ സിസ് ആണോ ട്രാൻസ് ആണോ എന്ന് പറയാൻ പറ്റാത്ത കേസസ് ഉണ്ടാവും. 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സൊക്കെ വരുമ്പോഴും സിസ് ട്രാൻസ് ഐസോമറിസം ചില കേസിലൊക്കെ പറയാൻ പറ്റും. അതിനെ ക്യാൻ എൻഗോൾഡ് സിസ്റ്റം ഓഫ് റൂൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. പ്രയോറിറ്റി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റമിക് നമ്പർ കൂടുതലുള്ള ആറ്റംസിന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കും. അപ്പോൾ പ്രയോറിറ്റി കൂടുതലുള്ള ആറ്റത്തിന് സിമിലർ പൊസിഷനിൽ വരുമ്പോൾ അതിനെ Z എന്നും, പ്രയോറിറ്റി കൂടുതലുള്ള ആറ്റംസിൻ്റെ പൊസിഷൻ ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ അതിനെ E എന്നുള്ള നൊട്ടേഷൻ കൊടുക്കും. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പ്രൊസീജിയർ. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അത്രയും ക്യാൻ ആൻഡ് ഗോൾഡ് സിസ്റ്റത്തിലേക്കൊന്നും പോകണ്ട, റൂൾസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള മോളിക്യൂൾസേ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് സിസ് എന്നുള്ളതിന് സെഡും ട്രാൻസ് എന്നുള്ളതിന് ഈ നൊട്ടേഷനും ആണെന്നുള്ളത് മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ കോമ്പൗണ്ട് ട്രാൻസ് പൊസിഷനിലാണ് അല്ലേ? 2 കാർബൺ ആറ്റംസിലുള്ള സിമിലർ ആറ്റംസ് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ രണ്ടും ട്രാൻസ് പൊസിഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് E എന്നുള്ള നൊട്ടേഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിൻ്റെ IUPAC നെയിം കറക്റ്റായിട്ട് നമ്മൾ എഴുതണമെങ്കിൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ നമ്പർ ചെയ്യാം. കാരണം ഡബിൾ ബോണ്ട് ഹാസ് മോർ പ്രയോറിറ്റി ദാൻ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. അപ്പോൾ E എന്നുള്ളത് നമ്മൾ ആദ്യം പറയണം. അതിൻ്റെ ആ ജോമെട്രിക് ഐസോമറിൻ്റെ പേര് E. സെക്കൻഡ് പൊസിഷനിലാണ് E എന്നുള്ളത് അല്ലേ? 2 ഹെപ്റ്റീൻ 4 അയൺ, 4th കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. സോ ദി നെയിം ഇസ് A. E2 ഹെപ്റ്റീൻ 4 Y അയൺ, അതാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. ഇപ്പോൾ ജോമെട്രിക് ഐസോമർ എന്താണെന്ന് മനസ്സിലായി, സിസ് ട്രാൻസ് എന്താണെന്ന് മനസ്സിലായി, EZ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. Which of the following pairs of compounds are positional isomers? Positional isomers നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സബ്സ്റ്റിറ്റ്വൻറ്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു കോമ്പൗണ്ടിൽ പൊസിഷൻ ചേഞ്ച് ആയിട്ട് വരുമ്പോഴാണ് അതിനെ പൊസിഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഡിഫറെൻറ്റ് പെയേഴ്സ് ആ ഗിവൻ. ഇതിലേതാണ് പൊസിഷണൽ ഐസോമേഴ്സ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ A നോക്കാം നമുക്ക്. CH3, CH2, CH2, C ഡബിൾ ബോണ്ട് O, CH3. പെൻറ്റാൻ 2 ഓൺ ആണത് അല്ലേ? അതിൻ്റെ പെയർ പെൻറ്റാൻ 3 ഓൺ, 3rd കാർബണിലാണ്. പെൻറ്റാൻ 2 ഓൺ ആൻഡ് പെൻറ്റാൻ 3 ഓൺ. അത് രണ്ടുപേരും പൊസിഷണൽ ഐസോമേഴ്സ് ആണ്. കാരണം കീറ്റോ ഗ്രൂപ്പ്സ് ആണ്. കീറ്റോ ഗ്രൂപ്പ്, കാർബണൈൽ ഗ്രൂപ്പ് പെൻറ്റാൻ എന്നുള്ള കോമ്പൗണ്ടിൽ ഫസ്റ്റ് കോമ്പൗണ്ടിൽ സെക്കൻഡ് പൊസിഷനിലും
രണ്ടാമത്തെ അതിൻ്റെ പെയറിൽ തേർഡ് കാർബണിലുമാണ്. സോ ദേ ആർ പൊസിഷണൽ ഐസോമേഴ്സ്. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ബി സി ഡിയും കൂടെ ഒന്ന് നോക്കാം. CH3 CH2 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 CHO അത് ആൽഡിഹൈഡാണ്, പെൻറ്റനാളാണ്. പക്ഷേ അതിൻ്റെ പെയറായിട്ട് തന്നിരിക്കുന്നത് കീറ്റോണിനെയാണ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് അത് പൊസിഷണൽ ഐസോമേഴ്സ് അല്ല. ഇനി സി നോക്കൂ. സിയിൽ പെൻറ്റാൻ 2 ഓണും അതിൻ്റെ പെയറായിട്ട് തന്നിരിക്കുന്നത് 3-methyl ബ്യൂട്ടനാൾ. അപ്പോൾ അവിടെയും കോമ്പൗണ്ട് വ്യത്യാസമാണ്. ഒന്ന് ആൽഡിഹൈഡ് ഒന്ന് കീറ്റോണാണ്. സോ ദേ ആർ നോട്ട് പൊസിഷണൽ ഐസോമേഴ്സ്. ഇനി ഡി നോക്കിയാലും ഒന്ന് ആൽഡിഹൈഡും ഒന്ന് കീറ്റോണുമാണ്. സോ ദേ ആർ നോട്ട് പൊസിഷണൽ ഐസോമേഴ്സ്. സോ ദി കറക്റ്റ് ആൻസർ ഇസ് എ ഇറ്റ് സെൽഫ്. സെയിം സബ്സ്റ്റുവൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം, എന്നാലാണ് അവർ പൊസിഷണൽ ഐസോമേഴ്സ് ആവുള്ളൂ. പൊസിഷൻ മാത്രമേ ഡിഫറെൻ്റ് ആകാൻ പാടുള്ളൂ. ഇതൊരു ഓഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെലീക് ആൻഡ് ഫ്യൂമാരിക് ആസിഡ്സ് ആർ. ഈ മെലീക് ആസിഡും ഫ്യൂമാരിക് ആസിഡും നിങ്ങൾ NCERT-യിൽ ഈ പേരുകൾ പഠിച്ചിട്ടില്ല. എങ്കിലും ഒരു ചോദ്യമായിട്ട് ഞാൻ ജെയുടെ ഒരു ബുക്കിൽ നിന്നാണ് ഇതെടുത്തത്. ഫെമിലിയർ 2-3 പ്രാവശ്യം പല സ്ഥലങ്ങളിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടതുകൊണ്ട് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മെലീക് ആസിഡും ഫ്യൂമാരിക് ആസിഡിൻ്റെയും സ്ട്രക്ചറിന് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇവർ ജോമെട്രിക്കൽ ഐസോമേഴ്സാണ്. ഡി എന്നുള്ള ഓപ്ഷനാണ്. ഇവരുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. COOH H ഡബിൾ ബോണ്ട് COOH H. ഇത് മെലീക് ആസിഡാണ്. മെലീക് ആസിഡ്. ഈ ഫ്യൂമാരിക് ആസിഡ് COOH ഡബിൾ ബോണ്ട് C. ഇവിടെ COOH, ഇത് H. ദിസ് ഇസ് ഫ്യൂമാരിക് ആസിഡ്. അപ്പം എന്തുകൊണ്ടാണ് ഇവരെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദർ ഇസ് എ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം അല്ലേ? ആ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ നിങ്ങൾക്ക് COOH സെയിം സൈഡിലായിട്ടാണ് മെലീക് ആസിഡ് ഉള്ളത്. COOH ഗ്രൂപ്പ് ട്രാൻസ്പൊസിഷനിൽ വരുമ്പോൾ അതിനെ നമ്മൾ ഫ്യൂമാരിക് എന്ന് വിളിക്കുന്നു. സോ ദീസ് ടു ആർ geometric isomers. The optically inactive compound from the following is. Optically inactive. Optically active ആകാനുള്ള കണ്ടീഷൻ നമുക്കറിയാം അല്ലേ? കൈറാൽ കാർബൺ ആറ്റം ഉണ്ടാവണം, isn't it? അതായത് asymmetric കാർബൺ ആറ്റം. ഒരു കാർബൺ ആറ്റം എങ്കിലും ചുറ്റുമുള്ള എല്ലാ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ആറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കണം, എന്നാലാണ് അതിനെ കൈറാൽ കാർബൺ എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് നമ്മളോട് ചോദ്യം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? അപ്പോൾ ഇതിനകത്ത് 3 കോമ്പൗണ്ട്സിൽ, ഇതിൽ തന്നിരിക്കുന്ന 3 കോമ്പൗണ്ട്സിൽ കൈറാൽ കാർബൺ ആറ്റംസ് ഉണ്ട്, ഏതോ ഒരെണ്ണത്തിൽ ഇല്ല. അപ്പോൾ അത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ വരച്ച് തന്നെ നോക്കണം, എന്നാലാണ് പെട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. 2-chloro-propanol. 2-chloro-propanol നമുക്ക് പെട്ടെന്ന് വരച്ച് നോക്കാം. 1 2 3 CHO അല്ലേ? 2-chloro. ഇവിടെ ക്ലോറിൻ ആറ്റം ഉണ്ട്. ഇവിടെ 3 ഹൈഡ്രജൻസാണ്. ഇവിടെ ദിസ് കാർബൺ, ഇവിടെ ഒരു ഹൈഡ്രജനാണ്. അപ്പോൾ ദിസ് ഇസ് എൻ എസിമെട്രിക് കാർബൺ ആറ്റം അല്ലേ? അപ്പോൾ അത് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്, കാരണം കൈറാൽ കാർബൺ ആണ്. ഇത് ഡിഫറെൻ്റ് ആണ്, ഇത് ഡിഫറെൻ്റ് ആണ്, ഇത് ഡിഫറെൻ്റ് ആണ്, ഇത് ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇനി സെക്കൻഡ് കോമ്പൗണ്ട് നോക്കൂ, ബ്യൂട്ടേൻ ആണ്. 2-chloro-butane. 1 2 3 4 ക്ലോറിൻ. ഇവിടെ H3, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. അപ്പോൾ ഇതിനകത്ത് ദിസ് പെർട്ടിക്കുലർ കാർബൺ ഇസ് കൈറാൽ, കാരണം ഇത് ഡിഫറെൻ്റ് ആണ്, ഇത് ഡിഫറെൻ്റ് ആണ്, ഇത് ഡിഫറെൻ്റ് ആണ്, ഈ മൊത്തം ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ്. സോ ദിസ് ഇസ് ഓൾസോ ഒപ്റ്റിക്കലി ആക്റ്റീവ്. സെക്കൻഡും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇനി സി നോക്കാം. 2-chloro-pentane. 1
2 3 4 5 പെൻറ്റെയിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാവും, ഇവിടെ H3. ഇത് മൊത്തം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒപ്റ്റിക്കൽ ആക്റ്റീവായിട്ടുള്ള കാർബൺ ഉണ്ട്, കൈറാൽ കാർബൺ ഉണ്ട്. അപ്പോൾ അതും ഒപ്റ്റിക്കലി ആക്റ്റീവാണ്, ആ കോമ്പൗണ്ടും ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. സോ ഡിയിലായിരിക്കും അപ്പോൾ നമ്മുടെ കൈറാൽ കാർബൺ ഇല്ലാത്തത്. നമുക്ക് നോക്കാം, അതും വരച്ച് നോക്കാം. ബ്യൂട്ടേൻ ആണ് 2 3 4, 2 ക്ലോറോ 2 മീത്തൈൽ, അപ്പോൾ CH3, ഇവിടെ CH3, ഇവിടെ H2, ഇവിടെ H3. അപ്പോൾ ഈ ആദ്യത്തെ കാർബൺ ആറ്റം 3 ഹൈഡ്രജൻസ് ആണ്, അപ്പോൾ അത് കൈറാലല്ല. അപ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റം 2 മീത്തൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരു ക്ലോറിനും പിന്നെ മറ്റേത് ഈത്തൈലാണ്, അപ്പോൾ അതും കൈറാലല്ല. CH2 CH3 അതൊന്നും കൈറാലല്ല. സോ ദി ഫോർത്ത് കോമ്പൗണ്ട് ഡി എന്നുള്ള ഓപ്ഷനാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്, ബിക്കോസ് ദർ ആർ നോ കൈറാൽ കാർബൺ ആറ്റംസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 10 or 15 ക്വസ്റ്റ്യൻസ് ആയിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിലും വരാം. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രോബ്ലംസ് ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി തോന്നുന്ന പ്രോബ്ലംസ് MCQs നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് മിസ് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്ത് തരാം അതിൻ്റെ സൊല്യൂഷൻസ്. കീപ് വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.